ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ വായു നിലവാരം അപകടകരമായ നിലയിൽ താഴേക്ക് പോയത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിന്റെ തലസ്ഥാനത്ത് സംഭവിച്ച ഈ മാറ്റം ന്യൂസ് 18 മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ വാർത്ത കണ്ട പലരും പറഞ്ഞു, ഇത് തട്ടിപ്പാണ്, ഞങ്ങൾ നോക്കിയപ്പോൾ AQI നോർമൽ ആയിരുന്നല്ലോ എന്നൊക്കെ. ശരിയാണ്, നിങ്ങൾ നോക്കിയപ്പോൾ കണ്ട കണക്ക് പൂർണ്ണമായും ശരിയാണ്. ദീപാവലിക്ക് തലേ ദിവസം, അതായത് ഒക്ടോബർ 19 മുതൽ 20 പുലർച്ചെ 2 മണി വരെ തലസ്ഥാനത്തെ ശരാശരി വായു നിലവാരം മോശമായതിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. പല സ്വകാര്യ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ കിട്ടിയ ഡാറ്റ അതേപോലെ എടുത്ത് കൊടുക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല എസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് രാത്രി 8 മണി തൊട്ട് 12 മണി വരെ നമ്മുടെ വാല്യൂസ് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാല്യൂസ് 100ന്റെ ലെവലിനടുത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് അത് ആ സമയത്ത് എനിക്കൊന്ന് 150 ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നോടിപ്പോ ഞാൻ രാവിലെ വിളിച്ച് വന്നിട്ട് 200 പറഞ്ഞില്ലേ, അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു ആവറേജ് എടുത്തപ്പോ അത് മുന്നോട്ട് വന്നതാവുമെന്ന് തോന്നുന്നു. ആവറേജിൽ ഇപ്പൊ നമുക്കിപ്പോ 180-85 റേഞ്ചിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിപ്പോ ഗ്രാജുവലി കുറഞ്ഞിട്ടുണ്ട്. ശ്രീകല എസ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ അന്തരീക്ഷ വായു നിലവാരം ഡൽഹിക്ക് സമാനമായിട്ട് സ്ഥിരമായി അപകടാവസ്ഥയിലായിരുന്നില്ല. ദീപാവലിക്ക് തലേ ദിവസവും ദീപാവലി ദിവസം രാവിലെയുമായിരുന്നു അത് മോശമായി മാറിയത്. ഈ സമയം തിരുവനന്തപുരത്തെ ശരാശരി AQI 200 ആയിരുന്നു. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പുവർ കാറ്റഗറിയിലാണ്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളെക്കാൾ കൂടിയതായിരുന്നു ഇത്. കുറച്ചുകൂടി ഉയർന്നിരുന്നുവെങ്കിൽ ഡൽഹിയിലെ വായു പോലെ വിഷമയമാകുമായിരുന്നു കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെയും അവസ്ഥ. AQI ഉയർന്ന സമയം അന്തരീക്ഷത്തിലെ PM 2.5 ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങളുടെ അളവും അപകടകരമായ രീതിയിൽ ഉയർന്നിരുന്നു. ഈ പറയുന്ന PM 2.5 അങ്ങനെ ചില്ലറക്കാരനല്ല. കാര്യം ഇത് ഒരുതരം പൊടിപടലങ്ങളാണെങ്കിലും വ്യത്യാസമുണ്ട്. സാധാരണ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കുമെങ്കിലും പിന്നെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് വന്നതുപോലെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ PM 2.5 പാർട്ടിക്കിൾസ് നമ്മുടെ മുടിനാരിഴയേക്കാൾ 3 മടങ്ങ് ചെറുതാണ്. ഇത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലേക്ക് കടന്ന് ശ്വാസകോശത്തിലൂടെ രക്തത്തിൽ കലരും. ഇത് ശ്വസിക്കുന്നത് പ്രായമായവർക്കും കുട്ടികൾക്കും ശ്വാസതടസ്സം ഉണ്ടാക്കും. സാധാരണ ഒരാൾ പോലും ഇത് ദീർഘനേരം ശ്വസിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദിവസം 3 സിഗരറ്റ് വരെ ശ്വസിക്കുന്നതിന് തുല്യമാകും ഇത്. കഴിഞ്ഞ ദിവസം കുറച്ച് മണിക്കൂറുകൾ തിരുവനന്തപുരത്തെ PM 2.5ന്റെ അളവ് ഗുരുതരമായ നിലയിലായിരുന്നു. അപ്പോൾ തോന്നാം, കുറച്ചു നേരത്തേക്കല്ലേ വായു നിലവാര സൂചിക മോശം അവസ്ഥയിലേക്ക് എത്തിയത്, പിന്നീടത് നോർമലായില്ലേ എന്നൊക്കെ. എന്നാൽ കുറച്ചു നേരത്തേക്കാണെങ്കിലും ഒരു ഗ്യാസ് ചേംബറിനകത്തിരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. കുറച്ച് മണിക്കൂറുകൾ കേരളത്തിന്റെ ഈ പ്രധാന നഗരത്തെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. എന്നാലും എന്താണ് ഇതിന് കാരണം? ഇതുവരെ ഡൽഹിയിലെ വായു നിലവാര സൂചിക മോശമാകുന്നത് മലയാളികൾക്ക് വെറും വാർത്തയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളത് സ്വന്തം വീട്ടുമുറ്റത്ത് കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമുള്ള തിരുവനന്തപുരത്തെ കാലാവസ്ഥയാണ് AQI ഉയരാനുള്ള പ്രധാന കാരണം. സാധാരണ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും അന്തരീക്ഷ വായു സ്ഥിരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് കടലിനടുത്ത് സ്ഥിതി ചെയ്യുന്നത് കാരണമുള്ള എല്ലാ അഡ്വാൻറ്റേജും നമ്മുടെ നഗരങ്ങൾക്കുമുണ്ട്. എന്നാൽ നിലവിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും കേരള തീരത്തേക്ക് അടുക്കുന്നുണ്ട്. ഇത് കാരണം കഴിഞ്ഞ ഏതാനും ദിവസമായി തിരുവനന്തപുരം നഗരത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി വായുവിൻ്റെ ചലനം അത് മന്ദഗതിയിലായി. ഈ സമയമാണ് ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ദീപാവലി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ദീപാവലി ജില്ലയിൽ വർണ്ണാഭമാക്കാറുണ്ട്. നഗരത്തിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും പ്രത്യേക കാലാവസ്ഥയും കാരണം ഈ സമയം പടക്കം പൊട്ടിച്ചത് വഴിയുണ്ടായ മലിനവായു ഒഴുകിപ്പോകാതെയായി. ഇത് കെട്ടിക്കിടന്നാണ് തിരുവനന്തപുരത്തെ AQI അസാധാരണമായ നിലയിൽ ഉയർന്നത്. ഒപ്പം ചൈനീസ് പടക്കങ്ങളുടെ ഉപയോഗവും വായു നിലവാരം മോശമാകാൻ കാരണമായിട്ടുണ്ട്. കുറഞ്ഞിട്ട് ഇന്നലെ പക്ഷെ ആ മഴയുടെ ഒരു അന്തരീക്ഷവും പിന്നെ മൂടൽ മഞ്ഞുകളൊക്കെ ആയിരുന്നല്ലോ ഇന്നലെ സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കൂടി ഇതിനകത്ത് ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം അത് തങ്ങി നിന്നിട്ടുണ്ട് കുടിവെള്ളങ്ങള്. എന്നാൽ ദീപാവലി ദിവസം രാത്രിയും ഇന്ന് പുലർച്ചെയും
തിരുവനന്തപുരം നഗരത്തിലെ അന്തരീക്ഷ വായു നിലവാരം സാധാരണ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒക്ടോബർ 19 രാത്രിയും 20 പുലർച്ചെയും മാത്രമുണ്ടായ പ്രത്യേക അന്തരീക്ഷ പ്രതിഭാസം കാരണമാണ് AQI വൻതോതിൽ ഉയർന്നത്. അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ പാനിക് ആകേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ഗ്രീൻ സിറ്റി ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാൽ ഇപ്പോഴുണ്ടായത് ഒരു സൂചനയാണ്. ഡൽഹിയിലും ഇത്തരം സൂചനകൾ വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചു തുടങ്ങിയതാണ്. ഇന്നവിടെ ശരാശരി AQI 400-നും 500-നും മുകളിലാണ്. അത്യന്തം അപകടകരമായ അവസ്ഥ. തിരുവനന്തപുരത്ത് കുറച്ച് മണിക്കൂറുകളിലുണ്ടായ ഈ അവസ്ഥ നമ്മൾ ജാഗ്രതയോടെ തന്നെ കാണണം. എങ്കിലേ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് അങ്ങനെ തന്നെ എന്നും നിലനിൽക്കും. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദീപാവലി എന്നത് ദീപങ്ങളുടെ ഉത്സവമാണ്, അല്ലാതെ പടക്കങ്ങളുടെയല്ല. നന്ദി.